തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഒറാങ് പിടിയിലാകുന്നത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ. തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം ഗാന്ധിനഗർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ അസമിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് അമിതിനെ പൊക്കിയത്. അമിത് ഒറാങ് എന്നാണ് ജോലി തേടി കോട്ടയത്ത് വന്നതെന്ന് പോലീസിന് പോലും വ്യക്തമല്ല. 3 വർഷമായി വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും ഇയാൾ ജോലി ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതും ഇതുപയോഗിച്ച് പണം തട്ടിയെടുത്തതും. ഈ കേസിൽ 5.5 മാസത്തോളം ജയിലിലായിരുന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് അമിതിനെ ഭാര്യ ഉപേക്ഷിച്ചു പോയെന്ന് സൂചനയുണ്ട്. ഈ കേസിൽ ആസമിൽ ചെന്ന് ഭാര്യയെയും അമിതിനെയും ഒരുമിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാനാണ് നീക്കം. ഇന്നലെ പുലർച്ചെ വരെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ അമിത് താമസിച്ചിരുന്നതായും പോലീസിന് തെളിവുകൾ കിട്ടി. 19-നാണ് മുറിയെടുത്തത്. ഇന്നലെ മുറിയിൽ നിന്ന് പുറത്തുപോയി. വിജയകുമാറിന്റെ വീടിന്റെ വാതിൽ പൊളിക്കാൻ അക്രമി വീടിന് പിന്നിൽ നിന്ന് അമ്മിക്കല്ല് എടുത്തെങ്കിലും ഭാരക്കൂടുതൽ കാരണം അത് വീടിന് മുന്നിൽ തന്നെ ഇട്ടു. കോടാലി വീടിന് പിന്നിൽ പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിൽ നിന്നാണ് എടുത്തത്. വിജയകുമാറിന്റെ വീടിന്റെ മുൻവശത്തെ മതിലിലാണ് അമിത് എന്ന് കരി കൊണ്ടെഴുതിയത്. അതേസമയം ഇത് കുട്ടികൾ എഴുതിയതാകാമെന്നും നാട്ടുകാർ പറയുന്നു. CCTVയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഉണ്ടെന്ന് സംശയിച്ച് പോലീസ് വീട്ടിലെ കിണർ വറ്റിച്ച് പരിശോധിച്ചെങ്കിലും തെളിവ് ലഭിച്ചില്ല. വീട്ടിനുള്ളിൽ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലീസിന് കിട്ടിയിരുന്നു. ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കാൻ വേണ്ടി അമിത് എടുത്തതായിരുന്നു ഇത്. വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിലെ ജീവനക്കാരനായിരുന്നു അമിത്. ഓഡിറ്റോറിയത്തിലെ ജോലിക്കൊപ്പം തിരുവാതുക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലും ചെറിയ ജോലികൾ ചെയ്തിരുന്നു. 2024-ൽ വിജയകുമാറിന്റെ മൊബൈൽ അമിത് മോഷ്ടിച്ചിരുന്നു. തുടർന്ന് ഓൺലൈൻ ബാങ്കിംഗ് വഴി പണം അപഹരിച്ച സംഭവത്തിൽ അമിതിനെതിരെ വിജയകുമാർ പോലീസിൽ പരാതിപ്പെട്ടു. പിന്നാലെ ശിക്ഷിക്കപ്പെട്ട അമിതിനെ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി. ഈ മാസമാണ് അമിത് ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. തുടർന്ന് തിരുവാതുക്കലിലെ വീട്ടിലെത്തി വിജയകുമാറിനെയും ഭാര്യ മീരയെയും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. കൊലപാതകത്തിന് പിന്നാലെ പ്രതി വിജയകുമാറിന്റെയും മീരയുടെയും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടില്ലെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10-ന് ശേഷമാണ് കൊലപാതകമെന്നാണ് നിഗമനം. വീടിന്റെ മതിൽ ചാടിയെത്തിയ അക്രമി മുൻവശത്തെ ജനാലയുടെ ചില്ലിൽ ഡ്രില്ലർ കൊണ്ട് വിടവുണ്ടാക്കി. ആദ്യം ജനൽ തുറന്നു, തുടർന്ന് വാതിലിന്റെ കൊളുത്തും തുറന്നു. വീട്ടിനുള്ളിൽ കയറിയ അക്രമി 2 മുറികളിൽ കിടന്നുറങ്ങിയിരുന്ന വിജയകുമാറിനെയും മീരയെയും കോടാലി കൊണ്ട് മുഖത്തുൾപ്പെടെ വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരുടെയും വസ്ത്രങ്ങൾ വലിച്ചു കീറാനും ശ്രമിച്ചിട്ടുണ്ട്. തലയിൽ ആഴത്തിലേറ്റ മുറിവിൽ നിന്നുള്ള രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിന്റേത് തന്നെയാണെന്ന് തെളിഞ്ഞിരുന്നു. അമിത് മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തു. വീടിന്റെ കതകിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട്.